ഹലോ ഹലോ എന്താ വിളിക്കാത്ത ഇങ്ങനെ വിചാരിച്ച് നിൽക്കാൻ ഞാന് മിസ് കോൾ ഇങ്ങനെ അടിക്കും. അനക്കെന്താന്ന് വിളിച്ചാല്? വീട്ടിലൊരു സൗകര്യം കിട്ടണ്ടേ? നിങ്ങളെ മാതിരി പുറത്തിറങ്ങി എനിക്ക് നടക്കാൻ പറ്റുമോ? നിങ്ങക്കെന്താ ഇടയ്ക്കൊന്ന് ഇങ്ങോട്ട് വിളിച്ചാല് പൈസ തീരുന്നുള്ള പേടിയല്ലേ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു നോക്കിണ്, എപ്പോഴും സ്വിച്ച് ഓഫ് അല്ലേ. മനസ്സിനൊരു സുഖവും ഇല്ല ഈ വിളിക്കാത്തോണ്ട്. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. അന്റെ മുഖം ഇങ്ങനെ മനസ്സിൽ കാണുക. അത് നിങ്ങൾ എന്നെ കണ്ടുക്കണോ? ഒരു ഊഹം വെച്ചിങ്ങനെ കിനാവ് കാണാറുണ്ട്. എന്നും കുൽസുവിന്റെ മരമോന്തല്ലേ കാണുന്നത്, അതിന്നൊരു വെറൈറ്റി വേണ്ടേ? നിങ്ങക്ക് കുൽസുവിന് ഇഷ്ടല്ലേ? എനിക്കോളെ കണ്ണിന്റെ നേരെ കണ്ടൂടാ. ഏത് സമയത്തും ഇന്നെ കുറ്റം പറഞ്ഞിങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കും. വൃത്തിയും വെടുപ്പില്ലാത്തൊരു സാധനം. തിന്ന് മുടിക്കാനല്ലാതെ വേറൊരു കാര്യത്തിന് ആ ജന്തുവിനെ പറ്റൂല. വല്ലാത്ത ജാതി. അന്നെ കെട്ടണതിന് മുമ്പ് ആ കാട്ടുകുരങ്ങനെ ഞാൻ തൊലാക്കുകയല്ലു. അങ്ങനെ വേണം. നമുക്കിടയിലേ വേറൊരാള് വേണ്ട. എനിക്ക് അന്നെ ഒന്ന് കാണാൻ പൂതിണ്ടായിരുന്നു. ഈ എവിടെയാ ഉള്ളത്? തിരക്കൂട്ടണ്ട, കാണാ. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങക്ക് ഇഷ്ടക്കേടാവുമോ? ഇല്ല, ഈ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേക്കാം. നിങ്ങൾ ആൾക്കാരിടയിൽ സംസാരിക്കുമ്പോ ഒരു ലൈസൻസ് ഇല്ലാതെയാണ് സംസാരിക്കണത്. എല്ലാരും വെറുപ്പിക്കണ സംസാരം. അതൊന്ന് മാറ്റിക്കൂടെ ഇങ്ങക്ക്? അതെല്ലാരും പറയണുണ്ട്. അതിന്റെ പേരില ഞാനും കുൽസു എന്നും അടികൂടല്. ഞാനാണെങ്കിൽ പോയിന്റ് മാത്രാ പറയല്. പക്ഷെ ആൾക്കാർക്ക് പറ്റണില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്കാണെങ്കിൽ തൊള്ളയിൽ വരുന്നത് പറയാതിരിക്കാനും കഴിയൂല. നമ്മുടെ കല്യാണം നടക്കണമെങ്കില് അതൊക്കെ മാറ്റണം. മാറ്റാൻ കഴിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളി, ഞാൻ എന്റെ പാട്ടിന് പോവും. വേണ്ട, മാറ്റാൻ കഴിയൂ, ഞാൻ മാറ്റിക്കോളാം. നല്ല കുട്ടി. ആൾക്കാരിടയിലേ നിങ്ങളൊന്നും മുണ്ടണ്ട. വീട്ടില് കുൽസുത്താനോടും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാ മതി. പിന്നെ വീട്ടിൽ നിങ്ങൾ കാണിക്കുന്ന ദേഷ്യണ്ടല്ലോ, സാധനങ്ങളൊക്കെ എടുത്തെറിയുന്ന തരത്തിലുള്ള ദേഷ്യം, അതൊക്കെ ഒഴിവാക്കണം. ദേഷ്യം ഒഴിവാക്കിയ ഒരു സുഖം കിട്ടൂല. വല്ലാതെ ദേഷ്യം വരുമ്പോ ഒരു മുളകെടുത്ത് കടിച്ചു തിന്നാ മതി. എന്നാലും ഒന്നും പറയരുത്. അതാണ് നല്ല മനുഷ്യന്മാരുടെ ലക്ഷണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, സംസാരിക്കല് വെള്ളിയാണെങ്കില് സംസാരിക്കാതിരിക്കല് പൊന്നാണെന്ന്? ഇന്ന് മുതല് നിങ്ങൾ പൊന്നാവണം. എന്താ, പറ്റൂലേ? ഞായറാഴ്ച ദേഷ്യം പിടിച്ചൂടെ? എന്താ ഞായറാഴ്ച പ്രത്യേകത? അല്ല, അന്നൊരു ഒഴിവ് ദിവസമാണല്ലോ. ആയിക്കോട്ടെ, പക്ഷേ ഒരു മാസത്തിനുള്ളിൽ അത് മാറ്റണം. സമ്മതിച്ചു. വീട്ടിൽ ഞാൻ ദേഷ്യം പിടിക്കണില്ല. അതൊക്കെ കൂടി ചന്തയിൽ ഞാൻ പോത്തിനെ കൊള്ള തീർത്തോളാം. പഠിച്ചോനെ, നേരം പോയത് അറിഞ്ഞില്ല. എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ. വെക്കല്ലേ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഛേ, ഒന്ന് ഹരം പിടിച്ച് വന്ന പോലെ തന്നെ കട്ടാക്കി. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്തേ, മുറ്റത്തിന്റെ അളവെടുക്കുക? ഇങ്ങോട്ട് കേറുന്നില്ലേ? സംസാരിക്കല് വെള്ളിയാണെങ്കിലേ സംസാരിക്കാതിരിക്കല് പൊന്നാ കുൽസോ. അതുകൊണ്ട് ഞാനൊന്നും മുണ്ടണില്ല. പല്ലുവേദന ഉണ്ടാവും, അതാ മിണ്ടാത്ത്. പല്ലുവേദന? എന്റെ വീട്ടിൽ നിങ്ങൾ കാണിക്കുന്ന ദേഷ്യം ഉണ്ടല്ലോ, സാധനങ്ങളൊക്കെ എടുത്തെറിയുന്ന തരത്തിലുള്ള ദേഷ്യം, അതൊക്കെ ഒഴിവാക്കണം. ഞാൻ പറയണില്ലൊന്നും. ഈ വിചാരിക്കണുണ്ടാവും ഇതൊക്കെ എനിക്കാരോ ഫോൺ ചെയ്ത് പറഞ്ഞു തന്നതാണെന്ന്. ഇങ്ങക്ക് ഫോൺ ചെയ്യണ്? നിങ്ങളെ ചേലും കോലും കണ്ട ഇങ്ങക്ക് ആരാ ഫോൺ ചെയ്യാ? ഇതൊക്കെ അടുത്ത ഞായറാഴ്ച ആവട്ടെ, ഇതിനൊക്കെ ബാക്കി ഞാൻ അന്ന് തരാം. ഞായറാഴ്ച? ഞാൻ നിങ്ങളെ കൊറേ ഞായറാഴ്ച കണ്ടതാ. കുൽസവും ഉണ്ടാതെന്നോട്ടോ, എനിക്ക് ഇന്നെ തന്നെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഉത്തരം മുട്ടിയപ്പം ഒന്നും പറയാൻ കിട്ടാതെ കിടന്ന് പരുങ്ങല്ലേ? കുൽസവും വല്ലാതെ ദേഷ്യം വരുമ്പോ ഒരു മുളകെടുത്ത് കടിച്ചു തിന്നാ മതി. ഞാൻ കാണിച്ചു തരാടി. മമ്മൂഞ്ഞന്റെ പഴയ സ്വഭാവം കണ്ടുള്ളൂ. പുതിയ മമ്മൂഞ്ഞനെ ഈ കാണാൻ പോണുള്ളൂ. എവിടെ പച്ചമുളക്? വല്ലാത്ത ജാതി. തിന്നോ, അടുത്ത ഞായറാഴ്ച ആട്ടെ, കാണിച്ചു തരാം.
വല്ലാത്ത ജാതി. എന്താ എന്താ നിങ്ങക്ക് പറ്റി? എന്തിനാ മുളകൊക്കെ തിന്നണേ? വെള്ളം വേണോ? കുൽസോ പോ പോ പോ. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പിരാന്ത് കണ്ടിക്കണ പണിയല്ല എനിക്ക്. അല്ല പിന്നെ പിരാന്തന്റെ എന്തൊരു സാധനം ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എന്റെ റബ്ബേ. ജി പറഞ്ഞത് ശരിയാട്ടോ. പച്ചമുളക് തിന്നാ പിന്നെ ദേഷ്യം പിടിക്കാൻ സമയം കിട്ടൂല. വല്ലാത്ത ജാതി. എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. വെക്കല്ലേ വെക്കല്ലേ, എനിക്ക് കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വേണ്ട 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 വേണ്ട, ഞാൻ അർജന്റ് കാലി കച്ചവടത്തില്ല. How are you? ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുമോ? പിന്നെ എടി, പുതിയ മൊബൈൽ കണക്ഷൻ എടുക്കുമ്പോ ശല്യം ഫ്രീ ആയിട്ട് കിട്ടാറുണ്ടല്ലേ? എന്താണ് നീ പറയുന്നേ? ആ, എനിക്ക് ഈ മൊബൈൽ ഫോൺ കിട്ടിയപ്പോ തുടങ്ങിയതാ ഒരുത്തന്നെ മിസ്ഡ് കോളും മെസ്സേജ് അയക്കലും. എവിടെ എവിടെ നോക്കട്ടെ, കാണട്ടെ. ആ, ഇത് മറ്റേതാ, ലവ്. അങ്ങനെ വൃന്ദയ്ക്ക് ഒരാളായി. ഇനി എന്നാണാവോ നമ്മക്കൊക്കെ? എന്തായാലും കൈവിടണ്ട, മുറുക്കി പിടിച്ചോ, ചിലപ്പോ ലോട്ടറി അടിച്ചേക്കും. എടി, വേണ്ടാത്തരം പറഞ്ഞാളെ കുഴിയിൽ ചാടിക്കണ്ട. എന്റെ അനുഭവം തന്നെ അറിയാലോ നിങ്ങക്ക്. അല്ലെങ്കിലും ഞങ്ങള് പറയുമ്പോഴേക്കും കുഴിയിൽ ചാടുന്ന ആളാണല്ലോ വൃന്ദ. വൃന്ദയോട് കളിച്ച അവന്റെ കാര്യം പോക്ക. ഏതായാലും അവൻ ഏതറ്റം വരെ പോകും നോക്കട്ടെ, എന്നിട്ട് വേണം അവനിട്ടൊരു പണി കൊടുക്കാൻ. പിന്നെ ഈ ജന്മത്തോൻ ആർക്കും മെസ്സേജ് അയക്കൂല. എനിക്കറായി, വേഗം പോവാ. ഒരു നമ്പർ തപ്പി പിടിച്ച് കൊണ്ടുവന്നപ്പോ ഞാൻ കരുതി ഒറ്റ ദിവസം കൊണ്ട് അവളെ വളക്കാന്ന്. ഇതിപ്പോ ഒരാഴ്ചയായി. അയച്ച മെസ്സേജിനും അടിച്ച മിസ് കോളിനും ഒരു മറുപടി ഇല്ല. എവിടുന്ന് കിട്ടിയടി സാധനത്തിന്? അളയ, നീ തോറ്റു കൊടുക്കരുത്, ഇനിയും പിന്നാലെ കൂടണം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മിണ്ടാതിരിക്കടാ ചാവോ. തൽക്കാലം നിന്റെ വലയിൽ വീണ് നടക്കുന്ന രണ്ടുപേരുണ്ടല്ലോ, അവർക്ക് വിളിക്ക്, ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ആർക്കാ വിളിക്കണ്ടേ? ആതിരക്ക് വിളിക്കണോ? സാജിദക്ക് വിളിക്കണോ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങളറിയാത്ത പുതിയൊരു കക്ഷിയെ ഞാൻ പരിചയപ്പെടുത്താം. ഹലോ. ഒരു ഫോണ് കിട്ടിയപ്പോ ആർക്കും വിളിക്കാനുമില്ല, ആർക്കും ഇങ്ങോട്ടും വിളിക്കാനില്ല. പിന്നെ എന്തിനാണൊരു മൊബൈൽ ഫോൺ? കുറെ ഫ്രണ്ട്സിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നാ അവളുമാർക്കൊക്കെ ഒന്ന് വിളിച്ചൂടെ? എവിടെ പോയി കിടക്കണോ? ഏതായാലും അമ്മയ്ക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ,
അമ്മേ ഭക്ഷണം റെഡിയായോ? ആ റെഡിയാണല്ലോ. ഇതാരാ? അമ്മ ഇത് ഞാനാ, വൃന്ദയാ. വൃന്ദയോ? മോളെ നീ എവിടെയാ? ഞാനിതെവിടെ റൂമിന്ന്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി പെണ്ണെ. ഹോ, ഈ പെണ്ണിന്റെ ഒരു കാര്യേ. ഓ, അങ്ങനെ ഒരാൾക്കെങ്കിലും വിളിച്ചല്ലോ. അച്ഛനോടൊന്ന് വിളിച്ചാലോ? ആ ഉം, 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 ഉം. മോളാണല്ലോ. എന്താ മോളെ കാര്യം? ഒന്നുമില്ല അച്ഛാ. എടീ, മൊബൈൽ നോക്കി കളിക്കാതെ വല്ലതും പഠിക്കാൻ നോക്ക്, പരീക്ഷയുടെ സമയമാണ്. ഹോ, രണ്ടുപേർക്കെങ്കിലും ഒന്ന് വിളിച്ചല്ലോ. ഇപ്പൊ ഒരുപാട് സമാധാനായി. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായല്ലോ. ആ, ഇനിയിപ്പൊ പോയി സമാധാനത്തോടെ വല്ലതും കഴിക്കാം. ഹലോ ഹലോ, അന്നോട് ഞാൻ മുണ്ടൂല. ഞാൻ എത്ര പ്രാവശ്യം എനിക്ക് വിളിച്ച് ഈ ഫോൺ എടുക്കണ തന്നെയല്ല. ഇപ്പൊ എനിക്ക് എന്നെ വേണ്ട. അങ്ങനെ പറയരുത്. ഇന്നലെ ഞാൻ വിളിച്ച് കൊറേ സംസാരിച്ചതല്ലേ? അത് ഇന്നലെ. എനിക്ക് എപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം, അതാ എനിക്കിഷ്ടം. എനിക്കും അതുകൊണ്ടല്ലേ ഞാൻ എന്നും വിളിക്കണത്. രാത്രി വിളിക്കാൻ പറ്റുകയാണെങ്കിൽ കൊറേ സംസാരിക്കായിരുന്നു. രാത്രി എങ്ങനെ പറ്റുക? ആ അന്തം കെട്ട കുലുസു എപ്പോഴും വീട്ടിലുണ്ടാവൂലേ? ഓളെ കുറച്ച് ദിവസം വീട്ടിക്ക് പറഞ്ഞയച്ചൂടെ ഇങ്ങക്ക്? എത്ര പറഞ്ഞാലും പോവില്ല. അട്ട കടിച്ച മാതിരിയാ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. നിങ്ങൾ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു നോക്കി. ചിലപ്പോ പോവാണെങ്കിൽ നമുക്ക് രാത്രി മുഴുവൻ സംസാരിച്ചൂടെ? പകല് സംസാരിക്കാൻ എനിക്ക് ഒരു ഒഴിവും കിട്ടൂല, അതുകൊണ്ടാ. ആയിക്കോട്ടെ, ഞാനൊന്ന് നോക്കാം. പിന്നെ 2 ആഴ്ചയായി നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇതുവരെ എനിക്ക് അന്നൊന്ന് കാണാൻ പറ്റിയില്ല. എനിക്ക് അന്നൊന്ന് കാണണം. കാണാലോ, കുറച്ച് ദിവസം കൂടെ സമാധാനിക്ക്. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ആ ചോദിച്ചോ. പോത്ത് വേണോ മൂരി വേണോ? ഇങ്ങക്ക് എപ്പോ നോക്കിയാലും കന്നുകാലി കച്ചോടാ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഒരു ലൈനൊക്കെ ഉണ്ടാകുമ്പോ തമാശ പറഞ്ഞ് ചിരിപ്പിക്കണം എന്നാ. അല്ല, ഇതെന്താ ചോദിക്കാൻ വിചാരിച്ചത്? അല്ല, നമ്മള് പരിചയപ്പെട്ട ആദ്യകാലത്തൊക്കെ നിങ്ങള് ഭാര്യനെ പറ്റി പോത്ത്, എരുമ, കാട്ടുകുരങ്ങ്, പോക്കാന്തവള എന്നൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെയൊന്നും കേൾക്കാറില്ല. അതെന്താ കാരണം? അപ്പൊ ഇയല്ല എന്നോട് സംസാരത്തിൽ മാന്യത കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത്, അതുകൊണ്ടാ. ആ, അത് ശരി. അപ്പൊ കുൽസ് നിങ്ങളോട് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ വിളിക്കാൻ തോന്നൂലേ? അതിന് ഓളായിട്ട് എന്നോടൊന്നും പറയാറില്ലല്ലോ. നിന്റെ വർത്താനം കേട്ട് തല ചൂടാകുമ്പോ ഓളെന്തെങ്കിലും പറയും. ഞാൻ വർത്താനം നിർത്തിയപ്പോ ഓള് നിർത്തി. സംഗതി എന്താന്ന് അറിയൂല. ഇപ്പൊ വീട്ടിൽ കയറി ചെല്ലാൻ ഒരു സുഖ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം കുൽസുവിനൊട്ട് ഒഴിവാക്കൂല്ല, ഇന്നൊട്ട് കെട്ടൂല്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കണതൊക്കെ വെറുതെ ആവും. എന്റെ നെഞ്ചിന് തറക്കണ കാര്യം എപ്പോ ഈ പറഞ്ഞത്? കുൽസുവിന് ഞാൻ തൊലാക്കു ചെല്ലുന്ന് പറഞ്ഞതാ. നമ്മൾ ഒരുമിച്ച് ജീവിക്കും ചെയ്യൂ. സത്യം? പഠിച്ചോനാണ് ഈ സത്യം. ഹാവു, സമാധാനായി. എന്നാ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞാ നിങ്ങള് കേക്കുവോ? എന്താ എന്റെ ചക്കരക്കുട്ടിക്ക് പറയാനുള്ളത്? ധൈര്യമായിട്ട് പറഞ്ഞോ. നിങ്ങൾ ആ താടി മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടി ഒന്നുകൂടെ സുന്ദരനായിട്ട് നടന്നോടെ ഇങ്ങക്ക്. നിങ്ങൾ കണ്ണാടിയിലൊന്നും നോക്കാറില്ലേ? ഒരു പിരാന്തന്റെ കോല അങ്ങക്ക്. എന്റെ പെണ്ണുങ്ങളും എപ്പോഴും പറയണ കാര്യം അത്. എനിക്കാണെങ്കിൽ പല്ല് തേക്കാനും മുടി വെട്ടാനൊന്നും ഒരു ഒഴിവ് കിട്ടാറില്ല. ഏത് സമയത്തും പോത്തിന്റെയും കാളന്റെയും പിന്നാലല്ലേ. പോത്തും കാളയൊന്നും പല്ല് തേക്കാറില്ലല്ലോ. ഇങ്ങോട്ട് എന്താ കുഴപ്പോ? അങ്ങനെ ഞാൻ ചിന്തിച്ച്. പക്ഷേ നിങ്ങള് രാത്രി ഉറങ്ങണത് ആലയിലല്ലല്ലോ, ബെഡ്റൂമിലല്ലേ? ആയിക്കോട്ടെ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് താടി മുടി വെട്ടുക, അതന്നെ. പോരുമ്പോ ഒരു ബ്രഷും വാങ്ങിക്കോളി, പല്ല് തേക്കാൻ. എന്നിട്ട് കുളിച്ച് തുണിയും കുപ്പായി ഇസ്തിരിട്ട് പുറത്തിറങ്ങുമ്പോ ഒന്ന് ഡീസന്റിൽ നടന്നോക്കി. എന്താ അതിന്റെ ഒരു ഗമ? അങ്ങനത്തെ ഒരു പുതിയ പ്ലാനാ ഞാൻ സ്വപ്നം കാണുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞമ്മക്ക് പിരിയാ. പൊന്നാര റംലത്തെ പിരിയല്ലേ? ഞാൻ ചെയ്തോളാ, ദപ്പ തന്നെ. അതെ, വല്ലാത്ത ജാതി. നന്നായിട്ടുണ്ട്. എന്റെ ഇക്ക, ഈ മരുന്ന് ഇത്ര പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഞാൻ കരുതിയില്ല. എന്തൊരു മാറ്റാന്നറിയ ആൾക്ക്. സംസാരമൊക്കെ വളരെ കൺട്രോളാപ്പം. ഇടയ്ക്ക് പഴയ സ്വഭാവം പുറത്താടും, പക്ഷേ പെട്ടെന്ന് തന്നെ ഡീസന്റ് ആവും. ദേഷ്യം പിടിക്കലൊക്കെ വളരെ കുറഞ്ഞു. സാധനങ്ങളൊന്നും വലിച്ചെറിയാറില്ല. ഞാനിപ്പം ജീവിക്കാൻ തുടങ്ങിയെന്നൊരു തോന്നല്. പക്ഷെ ഈ മാറ്റമൊന്നും നിനക്ക് വേണ്ടിയല്ല, റംലത്തിന് വേണ്ടിയാ. നാടകം പൊളിയുമ്പോ എന്താ സംഭവിക്കാന്ന് കണ്ടറിയണം. അതാണിപ്പോ എനിക്കും പേടി. ഏതായാലും സൂക്ഷിച്ചു കളിച്ചാ മതി. അളിയനൊന്ന് കണ്ടിട്ട് പോയായിരുന്നു. പണ്ടൊക്കെ അളിയനെ കാണുന്നതന്നെ പേടിയായിരുന്നു.
അതായിരുന്നല്ലോ അവസ്ഥ. ഉം. എടി വരുന്നുണ്ട്, അങ്ങോട്ട് നോക്കണ്ട. ഈ പറഞ്ഞതുപോലെ നല്ല കുട്ടപ്പനായി തന്നെയാണ് വരുന്നത്. നീ കാണാത്ത പോലെ തന്നെ നിന്നോ. ഞാനൊരു കളി കളിക്കാൻ പോവാണേ. ഉം. ആ അളിയനെപ്പോഴാ വന്നത്? അളിയനോ? ഏതളിയൻ? നിങ്ങളാരാ? ഉത്സവോ ഇതാരാ? ആ എനിക്കറിയില്ല. ഇവിടെ ആരുമില്ല. കാക്കാനെ കാണാനാണെങ്കി പിന്നെ വരി. എടി ഒരുമ്പട്ടോളെ, ഞാൻ എന്റെ കെട്ടിയോനാ മമ്മൂഞ്ഞൻ. എന്താ എനിക്കെന്നെ അറിയില്ല? ഇക്ക എനിക്ക് പേടിയാവുണ്ട്. ആണുങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് പറ്റിക്കാൻ ഇറങ്ങിയാലേ. എന്റെ കൈയിന്റെ ചൂടേറിയണ്ടെങ്കിലേ വണ്ടി വിട്ടോ. ഇത്ര കാലവും കൂടെ ജീവിച്ചിട്ട് സ്വന്തം കെട്ടിയോനെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കെട്ടിയോളും അന്തല്ലാത്തൊരു അളിയനും. വല്ലാത്ത ജാതി. കുൽസോ വല്ലാത്ത ജാതിന്ന്. ആ ഇത് നമ്മൾ അളിയൻ തന്നെ. അളിയാ! അളിയാ! വിട് 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 വിട്, പോയൊന്ന് കുളിച്ചിട്ട് വാ വൃത്തിയില്ലാത്തോനെ. ഞാനൊന്ന് പോയി പല്ല് വെച്ച് വരട്ടെ. വല്ലാത്ത ജാതി. ഹലോ, ഇതാരാ? കുറച്ച് ദിവസമായില്ലേ ഈ ഫോണിലേക്ക് വിളി തുടങ്ങിയിട്ട്? അത് നിർത്തുന്നതാ നിനക്ക് നല്ലത്. ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. എനിക്ക് പറയാനുള്ളതെന്ന് കേട്ടൂടെ ഒരു പ്രാവശ്യം? എനിക്ക് സൗകര്യമില്ല. ഇനി ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. നീ വിചാരിക്കുന്ന പോലുള്ള ആളല്ല ഞാൻ. നീ ഏത് തരം ആളായാലും എനിക്കെന്താ? നിന്റെ വിശേഷങ്ങൾ എന്നോട് പറയാൻ ഞാൻ നിന്റെ ആരാ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ നമ്പർ കോൾ ലിസ്റ്റ് നിന്ന് ഞാനിപ്പോ ഡിലീറ്റ് ചെയ്യാ. ഇനി ഒരിക്കൽ കൂടി ഇതിലേക്ക് ഒരു കോള് വന്നാൽ പിന്നെ നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. ഓക്കെ ഓക്കെ, തർക്കിക്കാൻ ഞാനില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം. അത് കേൾക്കാൻ നീ തയ്യാറാവണം. ഇനി ഇപ്പൊ ശരിയാവില്ല. ഞാൻ രാത്രി വിളിക്കാം. മനസ്സുണ്ടെങ്കിൽ അപ്പൊ ഫോൺ എടുക്കണം. അല്ലെങ്കിൽ എന്നേക്കുമായി ഗുഡ് ബൈ. മനസ്സിലട തെണ്ടി. ഗുഡ് ബൈ. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. ആരാ മോളെ അത്? ഏതോ ഒരുത്തൻ കുറച്ചു ദിവസമായി എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ച് കളിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വിളിച്ചപ്പോഴേ ഞാൻ അവന് കണക്കിന് കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. എന്നാലും പറയാണ്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം മോളെ. മൊബൈൽ ഫോണുമായി പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ രാവിലെ തന്നെ ഇറങ്ങുന്ന ചില അവന്മാരുണ്ട്. രാത്രി പാതിര വരെ വല എറിഞ്ഞുകൊണ്ടിരിക്കും. ആ വലയിൽ ചില പാവങ്ങൾ കുടുങ്ങുകയും ചെയ്യും. എന്റെ മോള് ആ വലയിൽ വീഴരുത്. നമ്മുടെ മോളെ അങ്ങനെ വലയിൽ വീഴ്ത്താൻ ആർക്കും കഴിയില്ല. അതെനിക്കറിയാം. എന്നാലും ഉപദേശിക്കേണ്ടേ ശ്രീദേവി? മോളെ, നീ ആ നമ്പർ ഇങ്ങോട്ട് കൊണ്ട. അവൻ എന്താ വേണ്ടെന്ന് ഞാൻ ചോദിക്കാം. അത് ഞാൻ ഡിലീറ്റ് ചെയ്തു പോയച്ചാ. ശരി, ഇനി അവൻ വിളിച്ചാൽ ഫോൺ എന്റെ കയ്യിൽ തരണം. ബാക്കി ഞാൻ പറഞ്ഞോളാം. ഹലോ ഹലോ, നിങ്ങളിപ്പം വല്ലാതെ മാറിപ്പോയി. പഴയ ആളെ അല്ല. നാട്ടുകാർക്കൊക്കെ നിങ്ങളെ കാര്യത്തില് ഭയങ്കര അത്ഭുതാ. ഈയാണ് എന്നെ മാറ്റിയെടുത്തത്. എനിക്കതിൽ നല്ല സന്തോഷമുണ്ട്. പണ്ടൊക്കെ ആൾക്കാരെന്നെ കളിയാക്കിയാ സംസാരിച്ചിരുന്നത്. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു. അതെന്താ കാരണം എന്നറിയോ? നിങ്ങൾ അങ്ങോട്ടും ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണതോണ്ടാ. ഇനി ആവശ്യമില്ലാതെ അങ്ങാടിയിലൊന്നും നിൽക്കരുത്. അത് നമ്മളെ നിലയും വിലയും ഇല്ലാതാക്കൂ. അത് ശരിയാ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. എന്നാ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണേ? എനിക്കിനി കാത്തിരിക്കാൻ കഴിയൂല. ഞാനിതുവരെ എന്നെ കണ്ടിട്ടില്ല. ആളെ കാണാതെ എങ്ങനെ കല്യാണം കഴിക്കുക? നിങ്ങൾ ആദ്യം കുൽസുവിനെ തലാക്ക് ചൊല്ലി, എന്നിട്ട് എന്നെ കണ്ടാ മതി. ഒരു കാരണല്ലാതെ എങ്ങനെ സ്വന്തം ഭാര്യനെ ഒഴിവാക്കുക? എന്നാലും നിങ്ങൾ കുൽസുവിനോട് വലിയ ഇഷ്ടമൊന്നും കാണിക്കണ്ട കേട്ടോ. ഇല്ല, കാണിക്കൂല. നല്ല കാക്ക. എന്നാ നമുക്ക് പിന്നെ സംസാരിക്കാം. കണ്ടോ കണ്ടോ, ഇപ്പൊ എന്നോട് സംസാരിക്കാൻ കൂടെ സമയമില്ലാണ്ടായി. അതുകൊണ്ടല്ല, ഞാനിപ്പോ കുറച്ച് തിരക്കിലാ. തിരക്ക് ഇത് വലിയ പുലിവാലയല്ലോ.